Hello dears, welcome back to our channel. M.Com ഫോർത്ത് സെമ്മിലും മാർക്കറ്റിംഗ് എലക്റ്റീവായിട്ട് തിരഞ്ഞെടുത്തവർക്കുള്ള ഒരു പേപ്പറാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഫോർത്ത് സെമ്മിലാണ് ഇത് വരുന്നത്. നമുക്കത് ഇത് നോക്കാം. Supply chain management means supply chain management is the management of flow of materials, information and money from the point of origin to the point of consumption in the most efficient and effective way. Supply chain management എന്ന് പറയുന്നത് മെറ്റീരിയൽസിൻ്റെയും അതേപോലെ തന്നെ ഇൻഫോർമേഷൻ്റെയും മണീൻ്റെയും ഒരു ഫ്ലോയിനെയാണ്. അതായത് പോയിൻ്റ് ഓഫ് ഒറിജിനിൽ നിന്ന് പോയിൻ്റ് ഓഫ് കൺസംഷൻ വരെ, അതായത് കസ്റ്റമേഴ്സിൻ്റെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കസ്റ്റമേഴ്സിൻ്റെയൊക്കെ എത്തുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് അതിൽ പർച്ചേസിങ് വരാം, പ്രൊഡക്ഷൻ വരാം, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വരാം, വെയർഹൗസിങ് വരാം, ട്രാൻസ്പോർട്ടേഷൻ വരാം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വരാം. ഈ ഒരു ആക്ടിവിറ്റീസൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഇതിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. The main objective of supply chain management is to ensure that customers get the right product at the right place at the right time at the minimum cost. ഏറ്റവും മിനിമം കോസ്റ്റിലും കസ്റ്റമേഴ്സിന് റൈറ്റായ പ്രൊഡക്റ്റ് റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ എത്തുന്നതിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ട്സാണ് കേട്ടോ. ഇത് ദ കസ്റ്റമേഴ്സ് ഗെറ്റ് ദ റൈറ്റ് പ്രോഡക്റ്റ് ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ മിനിമം കോസ്റ്റ്. ഇതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇത്. ഇപ്പോൾ ചെറിയൊരു സിമ്പിൾ 2 വേർഡ്സിലൊക്കെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സെൻറ്റൻസ് എഴുതി വെക്കാം. നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓർ എവല്യൂഷൻ ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. The concept of supply chain has developed through different stages. ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെയാണ് സപ്ലൈ ചെയിൻ എന്ന കോൺസെപ്റ്റ് ഡെറൈവ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേജാണ് ട്രഡീഷണൽ അപ്രോച്ച്. ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക്ഡ് സെപ്പറേറ്റ്ലി, ഫോക്കസ് ഓൺലി ഓൺ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആൻഡ് കോർഡിനേഷൻ വിത്ത് സപ്ലയേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഈ ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സെപ്പറേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് അവർ ഫോക്കസ് നടത്തിയിരുന്നത് പ്രൊഡക്ഷനും കോസ്റ്റിനും മാത്രമാണ്. അതുപോലെ തന്നെ സപ്ലയേഴ്സിനായിട്ടും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായിട്ടും ഒരു കോർഡിനേഷനൊന്നും ഉണ്ടായിരുന്നില്ല ട്രഡീഷണൽ അപ്രോച്ചിൽ. പിന്നെ രണ്ടാമത്തെ സ്റ്റേജിലോട്ട് വരുമ്പോൾ ലോജിസ്റ്റിക് ഇൻ്റഗ്രേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ് ആർ കോർഡിനേറ്റഡ്, ഫോക്കസ് ഓൺ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റിൽ ലിമിറ്റഡ് എക്സ്റ്റേണൽ കോർഡിനേഷൻ. സ്റ്റേജ് കുറച്ചും കൂടെ ഒന്ന് എൻവലപ്പ് ആയപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അതേ വെയർഹൗസിംഗ് ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എക്സ്റ്റേണൽ കോർഡിനേഷനൊക്കെ ലിമിറ്റ് ചെയ്തു. ദെൻ അടുത്തതാണ് സപ്ലൈ ചെയിൻ ഇൻ്റഗ്രേഷൻ. സപ്ലയേഴ്സ്, മാനുഫാക്ചേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ ലിങ്ക്ഡ്, ഇൻഫോർമേഷൻ ഷെയറിംഗ് സ്റ്റാർട്ടഡ്, ഫോക്കസ് ഓൺ ടോട്ടൽ സിസ്റ്റം കോസ്റ്റ്. പിന്നെ അടുത്ത സ്റ്റേജിലോട്ട് വന്നപ്പോഴേക്കും സപ്ലയേഴ്സും മാനുഫാക്ചേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ലിങ്ക് ചെയ്ത് അതേപോലെ തന്നെ അവർ ഇൻഫോർമേഷൻ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് തന്നെ പ്രൊഡക്ഷനൊക്കെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അടുത്തതാണ് സ്ട്രാറ്റജിക് സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിൻ യൂസ്ഡ് ആസ് കോമ്പറ്റീറ്റീവ് വെപ്പൺ, കസ്റ്റമർ ഫോക്കസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി, യൂസ് ഓഫ് IT, ERP ആൻഡ് ഇ-കൊമേഴ്സ്. സ്റ്റേജ് 4ലോട്ട് എത്തുമ്പോഴേക്കും എന്താ പറയുക, സപ്ലൈ ചെയിനെ അവരൊരു കോമ്പറ്റീറ്റീവ് വെപ്പണായിട്ടാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കസ്റ്റമറിനെ ഫോക്കസ് ചെയ്യാനതൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ IT, ERP, ഇ-കൊമേഴ്സൊക്കെ സപ്ലൈ ചെയിനിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇനി എന്തൊക്കെയാണ് നേച്ചർ ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഹാസ് ദ ഫോളോയിങ് നേച്ചർ. ഫസ്റ്റ് വൺ ഈസ് നെറ്റ്വർക്ക് ബേസ്ഡ് സിസ്റ്റം. ഇറ്റ് ഇൻവോൾവ്സ് മെനി ഓർഗനൈസേഷൻ. ഇതൊരു നെറ്റ്വർക്കാണ്, അതായത് ഒരുപാട് ആക്ടിവിറ്റീസ് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. കസ്റ്റമർ ഓറിയൻറ്റഡ്. ദ ഫൈനൽ എയിം ഈസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. മെയിനായിട്ട് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് തന്നെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ലിങ്ക്സ് ഓൾ ബിസിനസ് ഫങ്ഷൻ. ദെൻ ഡൈനാമിക് പ്രോസസ് ചേഞ്ചസ് വിത്ത് മാർക്കറ്റ് ഡിമാൻഡ്. ഇതൊരു ഡൈനാമിക് പ്രോസസ്സാണ്. മാർക്കറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ചേഞ്ചസ് സംഭവിക്കാം. ഇൻഫോർമേഷൻ ഡ്രൈവൻ, ഡിപ്പെൻഡ്സ് ഓൺ ഡാറ്റ ഷെയറിങ്. ഡാറ്റാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും കൂടെയാണ് സപ്ലൈ ചെയിൻ ഉള്ളത്. സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് അഫക്ട്സ് ലോങ് ടൈം സക്സസ് ഓഫ് ഫേംസ്. Concept of supply chain.
Supply chain is a series of linked organization, people, activities, information and resources involved in supplying a product services to customers. ഒരു പ്രൊഡക്റ്റോ സർവീസോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് വരെയുള്ള ഒരു സീരീസാണ്. ഒരുപാട് ഇത് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അതായത് ഓർഗനൈസേഷൻസ്, പീപ്പിൾസ്, ആക്ടിവിറ്റീസ്, ഇൻഫോർമേഷൻ, റിസോഴ്സ് ഇതൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് 3 മേജർ ഫ്ലോസ്: മെറ്റീരിയൽ ഫ്ലോ, ഇൻഫോർമേഷൻ ഫ്ലോ ആൻഡ് ഫിനാൻഷ്യൽ ഫ്ലോ. മെയിനായിട്ട് ഈ സപ്ലൈ ചെയിനിൽ വരുന്നതാണ് മെറ്റീരിയൽ ഫ്ലോ. മൂവ്മെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽസ് ആദ്യം റോ മെറ്റീരിയൽസ് ആവും, പിന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ട് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആവും, പിന്നെ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറും. അതാണ് മെറ്റീരിയൽ ഫ്ലോ എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻഫോർമേഷൻ ഫ്ലോ. ഓർഡേഴ്സ്, ഫോർകാസ്റ്റ്, ഇൻവെൻട്രി ഡാറ്റ ആൻഡ് ഡെലിവറി ഷെഡ്യൂൾ. ആദ്യം നമ്മൾ ഓർഡർ എടുക്കും, then നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യും, ഇൻവെൻട്രിയിൽ ചെക്ക് ചെയ്യും, ദെൻ ഡെലിവേർഡ് ചെയ്യും. അതാണ് ഇൻഫോർമേഷൻ ഫ്ലോ. ദെൻ ഫിനാൻഷ്യൽ ഫ്ലോ, പേയ്മെൻറ്റ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവോയ്സസ്. ഫിനാൻഷ്യലി വരുന്ന ഫ്ലോ ആണ് ഫിനാൻഷ്യൽ ഫ്ലോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും എന്തൊക്കെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ടു മിനിമൈസ് ടോട്ടൽ സപ്ലൈ ചെയിൻ കോസ്റ്റ്, ടു ഇംപ്രൂവ് സർവീസ് ലെവൽ ടു കസ്റ്റമേഴ്സ്, ടു റെഡ്യൂസ് ഇൻവെൻട്രി അറ്റ് ഓൾ ലെവൽസ്, to ensure smooth production, to increase speed and flexibility, to build strong supplier relationship, to improve overall business performance. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന സപ്ലൈ ചെയിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. അതായത് സപ്ലൈ ചെയിൻ മിനിമൈസ് ചെയ്യും, നല്ല സർവീസസ് കസ്റ്റമർ സർവീസ് ഇമ്പ്രൂവ് ചെയ്യും, ഇൻവെൻട്രി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും, നല്ല സ്മൂത്ത് ആയിട്ടുള്ള പ്രൊഡക്ഷൻ എൻഷുർ ചെയ്യും, സ്പീഡ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യും, ഒരു ബിൽഡ് സ്ട്രോങ് കസ്റ്റമർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സപ്ലയർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും, പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഓവറോൾ സക്സസ് തന്നെ ഇമ്പ്രൂവ് ചെയ്യും. ഈ ബെനിഫിറ്റ്സ് ഓഫ് എഫക്റ്റീവ് SCM, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഉപകാരങ്ങളാണ് നമുക്ക് നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഉണ്ടാകാൻ നോക്കാം. റെഡ്യൂസിങ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ സഹായിക്കും. ഫാസ്റ്റർ ഡെലിവറി, കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം പ്രൊഡക്ട്സും സർവീസൊക്കെ നമുക്ക് ഫാസ്റ്റായിട്ട് ഡെലിവറി നടത്താം. ബെറ്റർ ക്വാളിറ്റി കൺട്രോൾ, ഹയർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇൻക്രീഡ് കോമ്പറ്റീറ്റീവ്നെസ്, ബെറ്റർ കോർഡിനേഷൻ എമംഗ് പാർട്ട്നേഴ്സ്, ഹയർ പ്രോഫിറ്റബിലിറ്റി. പാർട്ട്നേഴ്സ് തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നല്ല പ്രോഫിറ്റബിലിറ്റിക്ക് ഉയരാനൊക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, എന്തൊക്കെ കോൺസെപ്റ്റ് ഉണ്ട്, അതിൻ്റെ നേച്ചർ ഉണ്ട്. അപ്പം ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്, ഇൻഫോർമേഷൻ ആൻഡ് മണി ഫ്രം ദ പോയിൻ്റ് ഓഫ് ഒറിജിൻ ടു ദ പോയിൻ്റ് ഓഫ് കൺസപ്ഷൻ. അതായത് കസ്റ്റമേഴ്സ് ഗെറ്റ് ദ റൈറ്റ് പ്രോഡക്റ്റ് റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് മിനിമം കോസ്റ്റ്. ഏറ്റവും മിനിമം കോസ്റ്റത്തിൽ കസ്റ്റമേഴ്സിന് അവരുടെ ശരിയായ പ്രൊഡക്റ്റ് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് കിട്ടുന്നതിനാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഇതൊരു 2-3 തരത്തിലുള്ള ഫ്ലോസ് ആണ് നടക്കുന്നത്. അതായത് മെറ്റീരിയൽ ഫ്ലോ ഉണ്ട്, ഇൻഫോർമേഷൻ ഫ്ലോ ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്ലോ ഉണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ് ഒക്കെ നോക്കാം, പിന്നെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, ഇതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ വരുന്ന ഫസ്റ്റ് മൊഡ്യൂളിലത്തെ ഫസ്റ്റ് ടോപ്പിക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ പാർട്ടായിട്ട് അടുത്ത വീഡിയോസ് ഇടാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.